നമസ്കാരം. സമാനതകളില്ലാത്ത ഒരു പോരിലേക്കാണ് കേരള സർവകലാശാല മാറിക്കൊണ്ടിരിക്കുന്നത്. സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ എന്തുത്തരവ് പുറപ്പെടുവിക്കുമെന്നറിയാതെ ആലോചിച്ചു നിൽക്കുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെയാണ് സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ കോടതി ഇടപെടുന്നില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയത്. വലിയ രീതിയിൽ കേരള സർവകലാശാലയിൽ നടക്കുന്ന വിഷയം ഗുരുതരമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും കൂടാതെ തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഗവർണർ തന്നെ നിലവിൽ ഇടപെട്ടത്. ഇനി സംഭവിക്കുക എങ്ങനെയാണ്? അതായത് സർവകലാശാലയുടെ സുപ്രധാന അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ഗവർണറാണ്. ഗവർണറുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം. ഇനി ഗവർണർ പറയും, അതുപോലെ സിൻഡിക്കേറ്റ് കേൾക്കും. അതുകൊണ്ട് തന്നെയാണ് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് സിൻഡിക്കേറ്റും ഇല്ല എന്ന് VC-യുടെ അധിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് പറയുമ്പോഴും അവസാന ഉത്തരവ് രാജ്ഭവനിൽ നിന്നാണ് ഇറങ്ങുന്നത്, അതും ചാൻസലറായ ഗവർണറുടെ കയ്യിൽ നിന്നും. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഇടപെടാതിരുന്ന ഹൈക്കോടതി VC-ക്ക് ചാൻസലറെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ രജിസ്ട്രാറായി മിനി കാപ്പനെ VC നിയമിച്ചതോടെ യഥാർത്ഥ രജിസ്ട്രാർ ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് രണ്ട് രജിസ്ട്രാർക്കുമെതിരെ സസ്പെൻഷൻ നടപടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സിസ തോമസ് പുതിയ രജിസ്ട്രാറെ നിയമിച്ചുകൊണ്ടൊരു ഉത്തരവിറക്കിയത്. അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി രജിസ്ട്രാർ KS അനിൽകുമാർ പിൻവലിച്ചിരിക്കുകയാണ്. ഹർജി പിൻവലിക്കുന്നതിനായി അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സിൻഡിക്കേറ്റ് അംഗം R രാജേഷിനെ കോടതി കണക്കിന് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. രജിസ്ട്രാർ പദവിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തതിന് എതിരെയാണ് KS അനിൽകുമാർ കോടതിയെ സമീപിച്ചത്. അതേസമയം ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ നിന്നും റദ്ദാക്കി. ഇതിനെ തുടർന്നാണ് താൻ സമർപ്പിച്ച ഹർജി പിൻവലിക്കുന്നതായും താൻ തിരികെ ചുമതലയിലേക്ക് പോകുന്നുവെന്ന് അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചത്. കാര്യങ്ങൾ വ്യക്തമാക്കിയതിനെ തുടർന്ന് ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു. ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരന് ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തു. വൈസ് ചാൻസലറുടെ താത്കാലിക ചുമതലയുള്ള സിസ തോമസിന് വേണ്ടി ഹാജരായ സ്വകാര്യ അഭിഭാഷകൻ ഈ നീക്കത്തെ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു ഹർജി നൽകാമെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ച് ഗവർണർ റിപ്പോർട്ട് തേടി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയോ അതോ ചുമതലയേറ്റു തുടങ്ങിയ കാര്യങ്ങളിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ VC-യുടെ ചുമതലയുള്ള സിസ തോമസിനോട് റിപ്പോർട്ട് തേടിയത്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയത് നിയമവിരുദ്ധമാണെന്ന നിലപാടിലാണ് VC. ഇതനുസരിച്ചുള്ള റിപ്പോർട്ടാകും ഗവർണർക്ക് കൈമാറുക. ഇതിനിടെ പുതിയ രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകിയ വൈസ് ചാൻസലർ ഉത്തരവുമിറക്കി. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഗവർണറുടെ പരിപാടി റദ്ദാക്കിയതിനെ തുടർന്നാണ് രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തത്. അതേസമയം ഭാരതാംബ ചിത്രവിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട നാടകീയത തുടരുകയാണ്. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാറിന് പകരം ചുമതല നൽകിയിരുന്ന ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ അവധിയിലേക്ക് പോയി. VC-യുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ആവശ്യപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാതെയാണ് ഹരികുമാർ അവധിയിലേക്ക് പോയത്. ഇതിന് പിന്നാലെ പുതിയ രജിസ്ട്രാറെ നിയമിച്ചുകൊണ്ട് ആ എല്ലാ ഫയലുകളും നേരെ സിസ തോമസിന്റെ മേശപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നിർണായക നീക്കവും സിസ തോമസ് ഇന്ന് രാവിലെ കാണിച്ചു. ഇതോടെ ഇവർ ചുമതല ഏറ്റെടുക്കാനായി എത്തുകയും അങ്ങനത്തെ ഒരു നാടകീയമായ ഒരു നീക്കങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറുകയും ചെയ്തു. പുതിയ ജോയിന്റ് രജിസ്ട്രാറായി ഹേമ ആനന്ദിനെയും നിയമിച്ചു. അവധിയിൽ പോയ ജോയിന്റ് രജിസ്ട്രാറെ VC ചുമതലകളിൽ നിന്നും നീക്കുകയും ചെയ്തു. രജിസ്ട്രാറുടെയും VC-യുടെയും മുറികൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് തീരുമാനത്തിന് പിന്നാലെ രജിസ്ട്രാർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു. ഇക്കാര്യത്തിൽ VC-യുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാറോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് P ഹരികുമാർ അവധിയെടുത്ത് ഓടി ഒളിച്ചത്. മറുപടി നൽകാൻ 2 ആഴ്ച സാവകാശം വേണമെന്നാണ് ജോയിന്റ് രജിസ്ട്രാർ VC-യെ അറിയിച്ചത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ശേഷം VC ഡോക്ടർ മോഹൻ കുന്നുമൽ റഷ്യയിൽ പോയതോടെയാണ് ഡോക്ടർ സിസ തോമസ് ഒരു ചുമതല ഗവർണർ തന്നെ താത്കാലികമായി നൽകിയത്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച
തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.